ഇന്ത്യയിലെ തൊഴിലാളി വർഗം നടത്തിയ പ്രക്ഷോഭത്തിൽ നിന്നല്ല സംവരണമുണ്ട്. ഇതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിട്ട് ഇപ്പോൾ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ദരിദ്രരെന്ന് ഇവർ പറയുന്ന സവർണരിലെ ദരിദ്രർ എത്ര പേരുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്? ഈ മാനദണ്ഡം വെച്ച് നോക്കിയാൽ കേരളത്തിൽ സവർണർക്കിടയിൽ ദരിദ്രരെ കണ്ടെത്താനേ പറ്റില്ല. അതുകൊണ്ട് മാനദണ്ഡം മാറ്റണം. മാറ്റി. എങ്ങനെ മാറ്റി? ഇതൊരു സവർണ പ്രീണനമാണ്. പിന്നെ സംവരണീയ വിഭാഗങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ സംവരണത്തെ അട്ടിമറിക്കുമ്പോൾ ഞങ്ങളെല്ലാം അറബികളിൽ പോയി ചാടി മരിക്കണം. ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എത്ര വർഗീയ കാർഡിറക്കിയാലും അത് കേരളത്തിൽ ചിലവാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മുസ്ലിം ലീഗിനെ വെട്ടിൽ വീഴിക്കാനുള്ള ഒരു കുശാഗര ബുദ്ധിയാണ് വെള്ളാപ്പള്ളി കാണിക്കുന്നത്. ആ ബുദ്ധിയൊന്നും ഇറക്കരുത്. ഇന്ത്യൻ ഭരണഘടനയുടെ 103-ാം ഭേദഗതി യഥാർത്ഥത്തിൽ സംവരണത്തിൻ്റെ തത്വത്തെ അട്ടിമറിക്കുന്നതാണ് എന്നൊരു വിമർശനമാണ് ഞാൻ ഉന്നയിക്കുന്നത്. അതിൻ്റെ കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ 15, 16 വകുപ്പുകളിൽ പിന്നോക്കാവസ്ഥയെ നിർണ്ണയിക്കുവാനായിട്ട് ഉള്ള മാനദണ്ഡങ്ങൾ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ പിന്നോക്കാവസ്ഥയാണ്. ആ മാനദണ്ഡത്തെ സാമ്പത്തികം എന്നൊരു മാനദണ്ഡം കൂടി വരുന്നതോടെ സംവരണത്തിൻ്റെ തത്വം അടിസ്ഥാനപരമായി റദ്ദ് ചെയ്യപ്പെടുകയോ അട്ടിമറിക്കപ്പെടുകയോ ചെയ്തിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ നിലക്ക് നോക്കുമ്പോൾ ഈ സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന കാര്യം ഇന്ത്യൻ ഭരണഘടനയുടെ താല്പര്യങ്ങൾക്കെതിരാണ് എന്ന് ഞാൻ പറയുന്നത് 15-ാം വകുപ്പിൽ പറയുന്നൊരു കാര്യം, ഏതെങ്കിലും വിഭാഗം സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവർക്ക് സംവരണം നൽകാവുന്നതാണ് എന്നാണ് 15-ാം വകുപ്പ് പറയുന്നൊരു കാര്യം. അതിനകത്ത് സാമ്പത്തികം എന്നൊരു വാക്കില്ലാതിരിക്കാൻ കാരണം ഇന്ത്യയിലെ വിവേചനത്തിൻ്റെ സാമൂഹിക വിവേചനങ്ങളുടെ അടിത്തറയായിരിക്കുന്നത് ഒരിക്കലും സമ്പത്തല്ല എന്നതാണ്. മറിച്ച് സാമൂഹിക കാരണങ്ങളാൽ എന്ന് പറഞ്ഞാൽ ജാതീയമായ കാരണങ്ങളാലുള്ള വിവേചനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്നത് എന്നതാണ് 15-ാം വകുപ്പിൽ പറയുന്നൊരു കാര്യം. 16-ാം വകുപ്പിൽ പറയുന്നത് ഏതെങ്കിലും വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യം ഇല്ലെന്ന് ബോധ്യപ്പെട്ടാൽ എന്നാണ്. അപ്പോൾ പ്രാതിനിധ്യം കിട്ടാത്ത വിഭാഗങ്ങൾക്ക് വേണ്ടി വിഭാവന ചെയ്യപ്പെട്ടൊരു കാര്യമാണ് സംവരണം എന്ന് നമ്മൾ അറിയണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സംവരണം രൂപപ്പെട്ടതിൻ്റെ ഒരു ചരിത്രത്തിൽ ഒരു കാര്യം ഞാൻ പറയും. ഇന്ത്യയിലെ തൊഴിലാളി വർഗം നടത്തിയ പ്രക്ഷോഭത്തിൽ നിന്നല്ല സംവരണം ഉണ്ടായത്. ഇന്ത്യയിലെ കർഷക തൊഴിലാളി നടത്തിയ പ്രക്ഷോഭത്തിൽ നിന്നല്ല സംവരണം ഉണ്ടായത്. ഇന്ത്യയിലെ ദരിദ്ര ജനവിഭാഗങ്ങൾ നടത്തിയ പ്രക്ഷോഭത്തിൽ നിന്നല്ല സംവരണം ഉണ്ടായത്. മറിച്ച് ഇന്ത്യയിലെ അയിത്തജാതിക്കാർ നടത്തിയ പ്രക്ഷോഭത്തിൽ നിന്നാണ് സംവരണം ഉണ്ടായത് എന്ന ചരിത്ര യാഥാർത്ഥ്യം കൊണ്ട് നമ്മൾ ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. എന്ന് പറയാൻ സമൂഹം ഉപേക്ഷിച്ച മനുഷ്യരെ രാഷ്ട്രത്തിലേക്ക് തിരിച്ചെടുക്കുന്ന ഒരു തത്വമാണ് സംവരണം എന്നതാണ് ഈ സാമ്പത്തിക സംവരണവാദികൾ മറന്നുപോകുന്ന കാര്യം. ഈ സാമ്പത്തിക സംവരണം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെന്ന് ഒന്ന്, ഈ സംവരണത്തിൻ്റെ ലക്ഷ്യത്തെ തന്നെ തട്ടിമറി. ഇതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിട്ട് ഇപ്പോൾ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾ മുഴുവനും ദാരിദ്ര്യം മാറ്റാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇതിപ്പോൾ കാണുന്നത്. മറിച്ച് ഇത് ജനതയ്ക്ക് ഓരോ ജനവിഭാഗത്തിനും കിട്ടേണ്ട പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നമായി അവർ അതിനെ മനസ്സിലാക്കുന്നില്ല. തൽഫലമായി ഉണ്ടാകുന്നൊരു കാര്യം സംവരണത്തിൻ്റെ തന്നെ അർത്ഥം പൂർണ്ണമായും നഷ്ടപ്പെടുകയും ഈ പ്രാതിനിധ്യം കിട്ടാതെ പോകുന്ന ജനങ്ങളുടെ പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നമല്ലാതായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിമിതി. ആ നിലക്ക് ഇപ്പോൾ ഈ സാമ്പത്തിക സംവരണം നടപ്പിലാക്കി കേരളത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ സംവരണം നടപ്പിലാക്കുമ്പോൾ ഗവൺമെൻറ് 10% പ്രഖ്യാപിച്ചു. ഈ നിയമത്തിൽ ഈ 103-ാം ഭേദഗതിയിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല നിർബന്ധമായും 10% കൊടുക്കണമെന്ന്. മറിച്ച് പറയുന്ന അപ് ടു 10%, 10% വരെ 11% കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ എത്ര കൊടുക്കാം? 8 കൊടുക്കാം, 6 കൊടുക്കാം, 5 കൊടുക്കാം, 10 കൊടുക്കാം, 3 കൊടുക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതെങ്ങനെ തീരുമാനിക്കും ഈ ശതമാനം? ആ ശതമാനം തീരുമാനിക്കുന്നത് വ്യക്തമായ കണക്കെടുത്തിട്ടാണ്. കേരളത്തിലെ ദരിദ്രരെന്ന് ഇവർ പറയുന്ന സവർണരിലെ ദരിദ്രർ എത്ര പേരുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്, അവർ ജനതയുടെ എത്ര ശതമാനം വരും എന്ന് നിർണയിച്ചിട്ട് വേണം ഈ ശതമാനം തീരുമാനിക്കാൻ. അല്ലാതെ പിണറായി വിജയന് അവിടെ ഓഫീസിൽ നിന്ന് തീരുമാനിക്കാവുന്ന കാര്യമല്ല 10% കൊടുത്തേക്കാമെന്ന്. രണ്ടാമതൊരു കാര്യം, കേന്ദ്ര മാനദണ്ഡങ്ങൾ, അതിന് മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ മാനദണ്ഡങ്ങളെക്കുറിച്ചിട്ട് ശശിധരൻ നായർ കമ്മീഷൻ പറയുന്നൊരു കാര്യം, ഈ മാനദണ്ഡം വെച്ച് നോക്കിയാൽ കേരളത്തിൽ സവർണർക്കിടയിൽ ദരിദ്രരെ കണ്ടെത്താനേ പറ്റില്ല. അതുകൊണ്ട് മാനദണ്ഡം മാറ്റണം. മാറ്റി. എങ്ങനെ മാറ്റി? ഗ്രാമപ്രദേശത്ത് 2.5 ഏക്കർ ഭൂമിയും 4 ലക്ഷം രൂപ വരുമാനവും ഉള്ളവർ ദരിദ്രരാണെന്ന് കണ്ടെത്തി. മുനിസിപ്പാലിറ്റിയിൽ 75 സെൻറ്റും
കോർപ്പറേഷനിൽ 50 സെൻറ്റും സ്ഥലമുള്ളവരും 4 ലക്ഷം രൂപ വരുമാനമുള്ളവരും അതിൽ താഴെയുള്ളവർ ദരിദ്രരാണെന്ന് കണ്ടെത്തി. നമ്മൾ കാര്യം പറയണം, 4 ലക്ഷം രൂപ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു മാസം 33,333 രൂപയാണ്. എന്ന് പറയുമ്പോൾ 33,000 രൂപയോളം മാസവരുമാനവും കൊച്ചി കോർപ്പറേഷനകത്ത് 49.5 സെൻറ്റ് സ്ഥലമുള്ള ഒരാൾ ദരിദ്രനാണെന്ന് കണ്ടെത്തണമെങ്കിൽ എത്ര അശാസ്ത്രീയമായ രീതിയാണ് ഈ സർക്കാർ പുലർത്തുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടാകുന്നത്. ഇതൊരു സവർണ പ്രീണനമാണ്. സവർണ സമുദായങ്ങളെ പ്രീണിപ്പിച്ച് അവരുടെ വോട്ട് തട്ടിയെടുക്കാനുള്ളൊരു കുത്സിത ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത്. അതിന് പകരമായി കേരളത്തിലെ ജനസംഖ്യയിൽ 70% വരുന്ന സംവരണീയ സമൂഹങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് പിണറായി വിജയൻ എടുത്തിരിക്കുന്നത് എന്ന് തുറന്ന് പറയേണ്ടി വരും. ഈ കേരളത്തിലെ സംവരണീയ സമൂഹങ്ങൾ ഒരു ഘട്ടത്തിലും രാഷ്ട്രീയമായി യോജിച്ച് നിൽക്കുന്ന ഒരു വിഭാഗമേ അല്ല എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിലെ പിന്നോക്ക സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ, കേരളത്തിലെ പ്രബല പിന്നോക്ക സമുദായമാണ് SNDP. SNDPയുടെ നേതൃത്വത്തിൽ BJDS എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ പ്രചാരണ വേലയിൽ മുസ്ലിം സമുദായത്തിനെതിരെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും വർഗീയമായ രീതിയിൽ, മുസ്ലിങ്ങൾ വലിയ കുഴപ്പക്കാരാണെന്ന രീതിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാജ്യമായ പ്രചാരണം നടത്തിയൊരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ഞാൻ വെള്ളാപ്പള്ളിയെ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല, ഇതാണ് അവസ്ഥ. ഈ SNDPക്കാരനും ഈ മുസ്ലിം ജനസാമാന്യവും ഈ അയിത്തജാതിക്കാരും പട്ടികവർഗക്കാരും ഒന്നും ഒരുമിച്ച് നിൽക്കില്ല എന്നൊരു ധൈര്യമാണ് ഈ 70% വെല്ലുവിളിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികളെ പ്രേരിപ്പിക്കുന്നത് എന്നത് തന്നെയാണ് എൻ്റെ കാര്യം. ഞാൻ നിസ്സംശയം പറയുന്നത്, സംവരണവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളുടെ നേതൃത്വം ദളിതർ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. ദളിതരാണ് സംവരണത്തിൻ്റെ സ്രഷ്ടാക്കളും അതിൻ്റെ ആദ്യ ഘട്ടം മുതലുള്ള ഗുണഭോക്താക്കളും. അവരാണ് പൊളിറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത് ത്രൂ റിസർവേഷൻ. രാഷ്ട്രീയമായി റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്ന ഒരേ ഒരു വിഭാഗം ദളിതരാണ്. എന്ന് പറഞ്ഞാൽ ഈ ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ, സ്വതന്ത്ര ഇന്ത്യക്കകത്ത് ദളിതർക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന സംവരണമാണ്. അതുകൊണ്ട് സംവരണം എന്നത് ഒരു നിമിഷം പോലും ഉപേക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ളൊരു ജനതയാണ് ദളിതരെന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും ഒരു തുല്യതാബോധത്തോടു കൂടി നിൽക്കുന്ന, വളരെ വ്യക്തമായ രാഷ്ട്രീയ ബോധത്തോട് നിൽക്കുന്ന ഒരു മുന്നണിക്ക് മാത്രമേ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതിൻ്റെ സൂചനകൾ കേരളത്തിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ സംവരണ സമുദായ മുന്നണി പുനഃസംഘടിപ്പിക്കുകയുണ്ടായി. ഇത് മുസ്ലിം ലീഗിൻ്റെ വലിയ വർഗീയ അജണ്ടയാണെന്നാണ് ഈ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ പ്രചരിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, സംവരണീയരായ വിഭാഗങ്ങൾ ഒരുമിച്ച് കൂടുന്നത് വർഗീയതയാണെന്നാണോ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്? പിന്നെ സംവരണീയ വിഭാഗങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ സംവരണത്തെ അട്ടിമറിക്കുമ്പോൾ ഞങ്ങളെല്ലാം അറബികളിൽ പോയി ചാടി മരിക്കണോ? ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് സംവരണത്തെ തൊട്ട് കളിച്ചാൽ സംവരണീയ വിഭാഗങ്ങൾ ഒരുമിച്ച് വരും. നിങ്ങൾ എത്ര വർഗീയ കാർഡിറക്കിയാലും അത് കേരളത്തിൽ ചിലവാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും വിശ്വസനീയമായ ഒരാളല്ല. അതെനിക്ക് തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം പിന്നോക്ക സമൂഹത്തിലെ ഏറ്റവും സമുന്നതനായ നേതാവാണെങ്കിൽ പോലും അഭിപ്രായങ്ങൾ മാറി മാറി പറയുകയും ഒരിക്കലും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ്. എങ്കിലും അദ്ദേഹം ഇന്ന് പറഞ്ഞു, നമ്മളെല്ലാവരും കൂടി ഒരു മുന്നണി ഉണ്ടാക്കണം എന്നല്ല അദ്ദേഹം പറയും. അദ്ദേഹം പറയുന്നത് സാമുദായിക സംവരണത്തെ പിന്തുണയ്ക്കുന്നവർ മുന്നണി വിട്ട് പുറത്തു വരണം. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, മുസ്ലിം ലീഗിനെ വെട്ടിൽ വീഴിക്കാനുള്ള ഒരു കുശാഗര ബുദ്ധിയാണ് വെള്ളാപ്പള്ളി കാണിക്കുന്നത്. ആ ബുദ്ധിയൊന്നും ഇറക്കരുത്, അത് സ്വയം ചതിക്കുഴിയിൽ വീഴുന്ന പരിപാടിയാണ് എന്ന് പറയാം. ഞാൻ വിചാരിക്കുന്നത് വെള്ളാപ്പള്ളി പറയുന്ന ആശയത്തോട് ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും ഈ സാമുദായിക സംവരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയാകണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അക്കാര്യത്തിൽ വെള്ളാപ്പള്ളി പറയുന്ന അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പാണ്. പക്ഷേ ഈ സമയത്ത് ഇത് പറയുന്നതിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കുക എന്ന കുശാഗ്ര ബുദ്ധി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം, 2 ദിവസം മുമ്പ് 10% അവർക്ക് കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് എന്താ കുഴപ്പം, പാവപ്പെട്ടവർക്ക് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ ആളാണ് വെള്ളാപ്പള്ളി എന്നുകൂടി കൂട്ടി വായിക്കേണ്ടത്.